ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു PDA-യുടെ ഒരു ക്വസ്റ്റ്യൻ, അതായത് പുഷ് ഡൗൺ ഓട്ടോമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷൻസും അതിലെങ്ങനെ ഇൻസേർഷൻ ഡിലീഷൻ അതനുസരിച്ച് എങ്ങനെ DFA ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ പറയുകയാണ്. ഇപ്പോൾ L എന്ന് പറയുന്നത് A⁻n B⁻n+1 n > 0 അങ്ങനെയുള്ള ഒരു ലാംഗ്വേജിൻ്റെ കറസ്പോണ്ടിങ് PDA കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. A⁻n B⁻n+1 എത്ര A ഉണ്ടോ അതിനേക്കാൾ ഒരെണ്ണം കൂടുതലായിരിക്കും B എന്ന് പറയുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലിനകത്ത് വരുന്ന സ്ട്രിങ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ABB വരാം, അല്ലെങ്കിൽ AABBB. എത്ര A ഉണ്ടോ അതിലൊന്ന് കൂടുതൽ. ഒരു A ഉള്ളെങ്കിൽ 2 B വരും, 2 A ഉണ്ടെങ്കിൽ 3 B വരും. അങ്ങനെയുള്ള വരുന്നതാണ് ഈ ലാംഗ്വേജ്. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ കറസ്പോണ്ടിങ് PDA ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ PDA കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾക്കൊരു സ്റ്റാക്കുണ്ട്. സ്റ്റാക്കിനകത്ത് നമ്മുടെ ഇനിഷ്യൽ എന്ന് പറയുന്നത് Z0 ആണ്. അപ്പോൾ നിങ്ങളുടെ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു തന്നു, നമ്മൾ A കാണുകയാണെങ്കിൽ പുഷ് ചെയ്യുന്നു, B കാണുമ്പോൾ പോപ്പ് ചെയ്യും. എല്ലാ പ്രാവശ്യവും അതുപോലെ അല്ല, A കാണുമ്പോൾ പുഷ് ചെയ്യുക, B കാണുമ്പോൾ പോപ്പ് ചെയ്ത് എടുക്കുക എന്നല്ല. നമ്മൾ PDA-യുടെ ഓപ്പറേഷൻസ് പുഷും പോപ്പും ആണ്, അല്ലെങ്കിൽ നോ ചേഞ്ച്, അങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഡേറ്റ ബിറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് കാണുമ്പോൾ നമ്മൾ പുഷ് ചെയ്യും, തൊട്ടടുത്തത് കാണുമ്പോൾ നമ്മൾ പോപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. അതനുസരിച്ച് നമ്മളൊരു എക്സാമ്പിൾ എഴുതി. ഇനി എല്ലാ കേസിലും അങ്ങനെ അല്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസ് പഠിക്കുന്നത് തന്നെ ഡിഫറെൻറ്റ് മെഷീൻസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്ട്രിങ് തന്നിരുന്നാലും അതിൽ വരുന്ന ലാംഗ്വേജസ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന സ്ട്രിങ്സിൻ്റെ വെറൈറ്റി അനുസരിച്ച് അവിടെ നടക്കുന്ന ഓപ്പറേഷൻസും വ്യത്യാസമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഫാനിൽ നടക്കുന്ന ഓപ്പറേഷൻ ആയിരിക്കില്ല വാഷിംഗ് മെഷീനിൽ നടക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല ഫ്രിഡ്ജിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഡിഫറൻസും ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്സ് അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് യൂസ് ചെയ്യുന്ന കീസ് അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ കേസുകളിലൊന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഇൻപുട്ട് വരുമ്പോൾ പുഷ് ചെയ്യും, അടുത്ത ഇൻപുട്ട് വരുമ്പോൾ പോപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. ആക്ച്വലി A എന്ന് പറയുന്നത് ഇത്രയാണ്, B എന്ന് പറയുന്നത് ഒന്നുകിൽ Aയുടെ അത്രയും വരിക, Aക്ക് എത്ര എണ്ണം ഉണ്ടോ അത്രയും വരിക, അല്ലെങ്കിൽ Aയേക്കാൾ ഒന്ന് കൂടി വരിക. ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ പറയുന്നത് പോലെ A വരുമ്പോൾ പുഷ് ചെയ്യും, B വരുമ്പോൾ പോപ്പ് ചെയ്യുകയും ചെയ്യും. അതല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ട്. അതടുത്തത് നമ്മൾ അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാംഗ്വേജ്, ഇതാണ് ഇതിനകത്ത് വരുന്ന സ്ട്രിങ്സ്. ഇനി നമ്മൾ ഈ ഒരു സ്ട്രിങ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. AABBB എന്ന് പറയുന്ന സ്ട്രിങ് ആണ് എടുക്കുന്നതെങ്കിൽ, ഇൻപുട്ട് AABB ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ഡെൽറ്റ ഓഫ് Q0, ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് A, നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നത് Z0, നമ്മുടെ ഇൻപുട്ട് A, സ്റ്റാക്കിലിരിക്കുന്നത് Z0, Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റേറ്റ്. ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ടാകും. സോ നമ്മളതിനെ Q1 എന്നാക്കി. നേരത്തെ Z0 ആയിരുന്നു സ്റ്റാക്കിലെങ്കിൽ ഇപ്പോൾ നമ്മൾ AZ0 എന്നാക്കി മാറ്റും. ഓക്കെ, ദെൻ നമ്മൾ Q1 AZ0 ആണ്. ദെൻ വീണ്ടും നമ്മുടെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നതും A തന്നെയാണ്. സോ Q1 A തന്നെയാണ് ഇൻപുട്ട്. നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നത് ഇപ്പോൾ A ആണ്, Z0 അല്ല, A ആണ് ഇരിക്കുന്നത്. സോ സെയിം ഇൻപുട്ട് തന്നെയാണ് വരുന്നതെന്നുള്ളത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല, Q1 തന്നെ വരും, A. അപ്പോൾ നേരത്തെ Z0 ആയിരുന്നു, ഇപ്പോൾ നമ്മളൊരു Aയും കൂടി എടുത്ത് പുഷ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഡൗട്ട് വരുന്നത് AAZ0 അല്ലേ വരേണ്ടുന്നത് എന്നുള്ളൊരു സ്വാഭാവിക ഡൗട്ടാണ്. അപ്പോൾ AAZ0 എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ 2 ഡേറ്റ ബിറ്റ്സ് മാത്രം 2 എണ്ണം മാത്രം വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നേരത്തെ AZ0 നമ്മൾ പുഷ് ചെയ്തതും Z0 അവിടെ ഉണ്ടായിരുന്നതും, ഇവിടെ ഇതിപ്പോൾ A പുഷ് ചെയ്തതും ഈ A എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നത്. Z0 ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാക്കിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ Q1 AA. ഇനി നമുക്ക് അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് Q1, അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് B ആണ്, സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നത് A ആണ്. അപ്പോൾ
വേറൊരു ഇൻപുട്ടാണ് വന്നത്, ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടാണ് വന്നത്. അപ്പോൾ ബി വരുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് എന്തായിരിക്കും ചെയ്യുന്നത്, പോപ്പ് ചെയ്തെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അതേപോലെ വേറൊരു ഇൻപുട്ട് ആകുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. സോ Q2 എപ്സിലോൺ എന്ന് പറഞ്ഞു കൊടുക്കും. ഈ എപ്സിലോൺ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആക്ച്വലി എ എന്നാണ് സ്റ്റാക്കിലിരിക്കുന്നത് അല്ലേ, ഇതാണ് സ്റ്റാക്കിലിരിക്കുന്നത്. Z0 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോപ്പ് ചെയ്ത് മാറ്റുന്നത് ഈ എ ആണ്. അപ്പോൾ ബാക്കി എന്തുണ്ട്, AZ0 ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ചോദിക്കുക AZ0 അല്ലേ ഇവിടെ വരേണ്ടുന്നത്. ഇത് നമ്മുടെ ഒരു പോപ്പ് ഓപ്പറേഷനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് Q2 എപ്സിലോൺ ഇട്ടേക്കുന്നത്. അല്ലാതെ ഇവിടെ എഴുതിയേക്കുന്നത് നമ്മൾ എന്തല്ല, നമ്മുടെ സ്റ്റാക്കിൽ ഇനിയുള്ള കാര്യങ്ങളല്ല എഴുതുന്നത്. അതൊരു പോപ്പ് ഓപ്പറേഷൻ ആണ് എന്ന് കാണിക്കാനാണ് Q2, എപ്സിലോൺ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ Q2യിലേക്ക് വന്നു. ഇനി Q2 സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അടുത്തത് എന്താണ് ഇൻപുട്ട്, ബി തന്നെയാണ്. അപ്പോൾ ഡെൽറ്റ ഓഫ് Q2 ബി ഇനി നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്നത് എ തന്നെയാണ്. അപ്പോൾ എന്ത് വേണം നമുക്ക് വീണ്ടും കിട്ടുന്നത്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല, സെയിം ഇൻപുട്ട് തന്നെ ആയതുകൊണ്ട് Q2 പോപ്പ് ഓപ്പറേഷനാണ് നടക്കുന്നത്. പോപ്പാണെന്ന് കാണിക്കുന്നത് Q2, എപ്സിലോൺ. ഓക്കെ, അപ്പോൾ രണ്ട് ഇൻപുട്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആക്ച്വലി നമ്മൾ നമ്മുടെ സ്റ്റാക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എകളും പോപ്പ് ചെയ്ത് മാറ്റി. ഇനി Z0 മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇൻപുട്ട് തീർന്നോ, ഇല്ല, ഒരു ബിയും കൂടെ ഉണ്ട്. സോ ഡെൽറ്റ ഓഫ് Q2, ബി ഇനി നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്തായിരിക്കുന്നത്, Z0. അതായത് ഇനി അവിടെ ചേഞ്ച് ഒന്നും ഇല്ല അല്ലേ, ചേഞ്ച് ഒന്നും തന്നെ ഇല്ല. അതായത് നമുക്കിനി അതിനകത്തേക്ക് ഒന്നും വയ്ക്കാനായിട്ട് ഇല്ല. നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ സകലതും പോപ്പ് ചെയ്തു. ഇനി നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന Z0 മാത്രമേ ഉള്ളൂ എന്നറിയുന്നത് കൊണ്ട് Q2നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിയും കൂടി കൊടുത്തു. ഇത് ലാസ്റ്റ് ബി ആണ്. നമുക്ക് ഈ ബി ഇൻപുട്ടും കൂടെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. Z0 ആണ് നമ്മുടെ സ്റ്റാക്കിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് അങ്ങ് ചേഞ്ച് ചെയ്തു, Q3, Z0. Q3, Z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്സിലോൺ ആയില്ല. നമ്മുടെ ഇൻപുട്ട് എപ്സിലോൺ ആകുമ്പോഴേ നമുക്ക് കണ്ടീഷൻ ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ. ഈ ഇൻപുട്ട് ആയപ്പോൾ നമ്മുടെ സ്റ്റാക്ക് എംപ്റ്റി ആയി, പക്ഷേ നമ്മുടെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും കൂടി നമ്മൾ കൊടുക്കണം. എപ്സിലോൺ എന്താണ്, നമ്മുടെ ഇൻപുട്ട് എ ബി എന്ന് പറയുന്നത് തീർന്നു എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ QF ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ ഓഫ് Q3യിൽ നിന്നുകൊണ്ട് എപ്സിലോൺ Z0. അപ്പോൾ എപ്സിലോൺ കാണുമ്പോൾ നമ്മൾ ഇനി ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത് എപ്സിലോൺ, അതായത് ഇൻപുട്ട് വേരിയബിൾ എല്ലാം കഴിഞ്ഞു. ദാറ്റ് മീനിങ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലെത്തി. അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്യും, QF, Z0 ഫൈനൽ സ്റ്റേറ്റിലെത്തി എന്ന് കാണിക്കും. ഇവിടെയാകുമ്പോൾ നമ്മൾ നിൽക്കും. അപ്പോൾ ആദ്യം ഒരു എ കൊടുത്തു, അപ്പോൾ AZ0. രണ്ടാമത് എ കൊടുത്തപ്പോൾ വീണ്ടും പുഷ് ഓപ്പറേഷൻ എ എന്ന് പറയുന്നത് കൊടുക്കും. അടുത്തത് ബി കൊടുക്കുമ്പോൾ ഫസ്റ്റ് എ, നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് വെച്ച എ എന്ത് ചെയ്യും, പോപ്പ് ചെയ്ത് പോകും. വീണ്ടും ഒരു ബി കൊടുക്കുമ്പോൾ തൊട്ടടുത്ത എ എന്ന് പറയുന്നത് പോകും. നമ്മൾ 2 എയെ പുഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 ബി വരുമ്പോഴത്തേക്ക് നമ്മുടെ ആക്ച്വൽ അതിനകത്തുള്ള ഡേറ്റാസ് എല്ലാം കഴിയും. പക്ഷെ നമ്മുടെ ഇൻപുട്ടിനകത്ത് 3 ബി ഉണ്ട്. സോ മൂന്നാമത്തെ ബി കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് അത് നമ്മുടെ സ്റ്റാക്ക് Z0 മാത്രമേ ഉള്ളതായിട്ട് വരും. നമുക്ക് അവിടെ വെച്ച് നിർത്താൻ പറ്റാത്തത് നമ്മുടെ ഡേറ്റാസ് കഴിയുമ്പോൾ അവിടെ ഒരു എപ്സിലോൺ ട്രാൻസിഷൻ വരണം, ഇൻപുട്ട് കഴിഞ്ഞു എന്നുള്ളത്. സോ ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് എപ്സിലോൺ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകും. നമ്മുടെ ഇൻപുട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകും. ഫൈനൽ സ്റ്റേറ്റ് നമ്മളെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് QF, Z0 എന്തായിരിക്കും, സ്റ്റാക്കിൻ്റെ ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നതാണ് Z0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു A⁻n B⁻n+1 എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ 2A 3Bയുടെ കേസേ പറഞ്ഞുള്ളൂ. അടുത്ത കേസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3A 4Bയുടെ കേസ്. എത്ര ബി വരുന്നു, എത്ര എ വരുന്നു അതിൻ്റെ കേസ്. അപ്പോൾ 3A ആണെങ്കിൽ A B അല്ലേ, ഇതാണ് ഇൻപുട്ട് വരിക, 3Aയും 4Bയും. അപ്പോൾ ആദ്യം നമ്മൾ എ കൊടുക്കുമ്പോൾ AZ0, രണ്ടാമത് എ കൊടുക്കുമ്പോൾ AA ആയി, മൂന്നാമത് കൊടുക്കുമ്പോഴും AA. അപ്പോൾ അതായത് എ കൊടുക്കുമ്പോഴെല്ലാം പുഷ് ചെയ്ത് വെച്ചു. ദെൻ അടുത്ത ബി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, റീസെൻ്റായിട്ട് വെച്ച എ പോപ്പ് ചെയ്ത് കളയും.
അടുത്ത ബി കൊടുക്കുമ്പോൾ അടുത്ത എ പോപ്പ് ചെയ്യുന്നുണ്ടാവും, അടുത്ത ബി കൊടുക്കുമ്പോൾ അടുത്ത എയും പോപ്പ് ചെയ്തു. അപ്പോൾ 3 ബി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തുള്ള എല്ലാതും പോപ്പ് ചെയ്ത് മാറ്റി. പക്ഷെ നമ്മുടെ ഇൻപുട്ട് കഴിഞ്ഞിട്ടില്ല, ഇനി എന്തുണ്ട്, ഒരു ബി കൂടിയുണ്ട്. സോ ആ ബിയും കൂടി നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ ആ ബി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോയി അവിടെ Z0 മാത്രമാക്കും. തൊട്ടടുത്ത സ്റ്റേറ്റിൽ എന്തായിരിക്കും, നമ്മുടെ ഇൻപുട്ട് കഴിഞ്ഞതുകൊണ്ട് അവിടെ ഒരു എപ്സിലോൺ ട്രാൻസിഷൻ കൊടുക്കും. സോ എപ്സിലോൺ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഫൈനൽ സ്റ്റേറ്റ്. സോ നേരെ എന്ത് ചെയ്യും, QF Z0 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഇൻപുട്ട്സ് നമ്മൾ എത്ര എടുക്കുന്നോ അതനുസരിച്ച് നമുക്ക് ട്രാൻസിഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എ കൊടുത്തു, Q0യിൽ നിന്ന് Q1ലേക്ക് വന്നു, പിന്നെ കൊടുക്കുന്നതെല്ലാം എ ആയതുകൊണ്ട് എന്ത് തന്നെയായിരിക്കും, Q1 സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, ആദ്യത്തെ ബി കാണുമ്പോഴായിരിക്കും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂസ് നിൽക്കും. എന്തുകൊണ്ടാണ്, പിന്നെ വരുന്നതെല്ലാം ബി ആയതുകൊണ്ട് ആ സ്റ്റേറ്റ് Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂസ് നിൽക്കും. Q2 ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, നമ്മൾ കറസ്പോണ്ടിങ് 4ാമത്തെ ബി കൊടുത്തു കഴിയുമ്പോഴായിരിക്കും Q2 എന്ന് പറയുന്നത് Q3യിലേക്ക് പോകുന്നത്. പിന്നെ ആ Q3യിൽ നിന്നുകൊണ്ട് എപ്സിലോൺ കൊടുക്കുമ്പോഴായിരിക്കും എവിടേക്ക് പോകുന്നത്, ഫൈനൽ സ്റ്റേറ്റായ QFലേക്ക് പോകുന്നത്. ഓക്കെ.